കുറെ കാലത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണ്. നമ്മളെല്ലാരും കൂടെ പുതിയ കാർ എടുക്കാൻ പോവാണ്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ കാറ്. ഏത് കാർ എടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ കാണാത്ത കാർ റിവ്യൂ പറയുന്ന മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ പോലും ഉണ്ടാവില്ല. സ്കോഡ കൈലാക്കിലേക്ക് മൈൻഡ് എത്തിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസ് ഇങ്ങനെ അരിച്ചു വരക്കലായി. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നോക്കി. സംഭവം ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോണ വഴികളിലൊക്കെ കൈലാക്ക് ഹണ്ടിങ് ആയിരുന്നു. എവിടെ പോയാലും റോഡിൽ കൈലാക്ക് നോക്കലായിരുന്നു ഞങ്ങളുടെ പണി. പിന്നെ ഫൈനലൈസ് ചെയ്യാൻ ഒരു തവണ കൂടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അന്ന് തന്നെ ബുക്കിങ്ങിന് അഡ്വാൻസും കൊടുത്തു. പിന്നെ നെക്സ്റ്റ് പണി കളർ ചെയ്ത് വേണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരലായിരുന്നു. ഷോറൂമിൽ കണ്ട റെഡ് ഇഷ്ടമായെങ്കിലും പിന്നെ ലാവ ബ്ലൂവിൽ ഉറപ്പിച്ചു. യൂട്യൂബ് റവന്യൂ കൊണ്ടൊന്നും അല്ലട്ടാ, ഈ കാണുന്ന ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ കൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കണേ. അങ്ങനെ നമ്മളെ വണ്ടി സർവീസ് സെൻറ്ററിൽ എത്തിയെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയി. നമ്മൾ ഈ പെണ്ണ് കാണാനൊക്കെ പോവില്ലേ, അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും നോക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ടോ. ഓണർ ആവണതിന് മുന്നേ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കയറിപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അരിച്ചു വെക്കലായിരുന്നു മെയിൻ ഹോബി. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ വണ്ടിയുടെ ഡെലിവറിയുടെ തലേ ദിവസമായി. ഞാനാണെ പനി പിടിച്ച് കിടപ്പിലുമായി. എൻ്റെ കെട്ടുവാൻ പിന്നെ വണ്ടി എടുക്കണ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അന്ന് ഉറക്കമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഈവനിങ്ങോടുകൂടി അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ പുറപ്പെട്ടു. ഷോറൂമിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും നമ്മുടെ വണ്ടി അവിടെ സുന്ദര കുട്ടപ്പനായിട്ട് ഡെലിവറിക്ക് തയ്യാറായിട്ട് നിൽക്കണ്ടായിരുന്നു. പിന്നെ ബാക്കി ഒപ്പിടൽ പരിപാടീസൊക്കെ കഴിഞ്ഞത് അവസാനം ആ മൊമെൻ്റ് അങ്ങോട്ട് എത്തി. താക്കോല് വാങ്ങുമ്പോഴുള്ള അച്ഛൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇതാണ് നമ്മുടെ സ്കോഡ കൈലാക്ക്. ഇത് സിഗ്നേച്ചർ പ്ലസ് ലാവ ബ്ലൂ മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻ്റ് ആണ്. ഒരു മലയാളി ആട്ടോ ഇതിൻ്റെ കൈലാക്ക് എന്നുള്ള പേരിട്ടത്. ഞങ്ങൾ കൈലാക്ക് സെലക്ട് ചെയ്തതിൻ്റെ മെയിൻ റീസൺ 5 സ്റ്റാർ സേഫ്റ്റിയും പെർഫോമൻസും ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ നോക്കിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയും ആയിരുന്നു. വണ്ടി എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ കട്ട് ബ്ലോക്ക് കിട്ടി. അങ്ങനെ വീട്ടിലെത്തിയ ഒരു സെൽഫിയും എടുത്ത് അച്ഛനും അമ്മയൊക്കെ വാഗണറിൽ വീട്ടിലേക്ക് യാത്രയായി. പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെ പോലെ എത്ര അങ്ങോട്ട് കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു. വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് അതടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതും നല്ല പെരും മഴ അങ്ങോട്ട് കിട്ടി. എന്താലേ എത്ര സുന്ദരക്കുട്ടപ്പനാർന്ന് നമ്മുടെ വണ്ടി അങ്ങനെ നനഞ്ഞു ഒളിച്ചു. റിയർ വൈപ്പർ ഇല്ലാത്തതും ഡ്യുവൽ ഹോൺ ഇല്ലാത്തതും ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം കൊണ്ട് വണ്ടി അടിപൊളിയാട്ടോ. അപ്പോൾ ഇനി നമ്മുടെ യാത്രക്ക് കൂട്ടായിട്ട് ഇവനും ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.